ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിന്റെ അന്ത്യാഞ്ജലി. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ വെച്ച് മരണപ്പെട്ട മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസറും മികച്ച പ്രഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിന്റെ അന്ത്യാഞ്ജലി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി വ്യക്തികളും സംഘടനകളുമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. കോഴിക്കോട് പൂക്കാട് സ്വദേശിയായ ശിവൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് പയ്യന്നൂരിലെത്തിയത്. പരിപാടിക്ക് മുന്നേ വെള്ളൂരിലെ കുടുംബ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ ശിവൻ അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടൻ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സർഗജാലകത്തിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് പ്രിയപ്പെട്ട ശിവൻ. ഇന്നലെ ഞങ്ങളുടെ 5ാം വാർഷികം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടക്കുക. പ്രിയപ്പെട്ട ശിവൻ എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ വിദ്യാലയത്തിൽ എത്തിയിരുന്നു. പിന്നീട് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയായിരുന്നു. പിന്നീട് ശിവൻ വളരെ മോശം അവസ്ഥയിൽ അനാമയ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് വൈകുന്നേരം. പ്രിയപ്പെട്ട ശിവൻ സർഗജാലകത്തിൻ്റെ കഥാപുരസ്കാരം സർഗജാലകം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കഥാരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. കവിതാരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും ശിവനായിരുന്നു. അത് ഞങ്ങൾ സർപ്രൈസായി പ്രഖ്യാപിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ശിവൻ ആ വിവരം നേരത്തെ അറിയില്ലായിരുന്നു. പുരസ്കാരം നൽകാൻ ക്ഷണിക്കുമ്പോൾ ശിവൻ ഞങ്ങളെ കൂടെയില്ല. മാത്രമല്ല ശിവൻ ഞങ്ങളിൽ നിന്നും പോയി എന്ന് അറിയുകയാണ്. സർഗജാലകത്തിന് മാത്രമല്ല പയ്യന്നൂരിലെ കലാ സാഹിത്യ മേഖലയ്ക്ക് ശിവൻ തെറ്റത്തിൻ്റെ വിയോഗം സഹിക്കാൻ പറ്റാത്തതാണ്. ശിവൻ്റെ വിയോഗത്തിൽ സർഗജാലകം കുടുംബാംഗങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ മാതൃഭൂമി തളിപ്പറമ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശിവൻ ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം വലിയ സൗഹൃദ വലയം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ശിവനെ വിളിക്കാൻ ശിവൻ തെറ്റത്ത് എന്നത് എഴുത്ത് പേരായിരിക്കും. ഒരു ഇളയ സഹോദരനെ പോലെ സദാ ഒപ്പം നടക്കുകയും സദാ സാഹിത്യം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സാഹിത്യ കുതുകി, ഒപ്പം തന്നെ നടക്കുന്ന ഒരു സാഹിത്യത്തിൻ്റെ അതിനോടുള്ള നിത്യ കൗതുകം വെച്ച് പുലർത്തുന്ന ഒരാൾ. ഞാൻ 4-5 വർഷമായിട്ടുണ്ടാവും വളരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ 5 വർഷവും എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എഴുത്തിനോടും അതുപോലെ തന്നെ കവിതയോട് പ്രത്യേകിച്ച് ഉള്ള ഒരു അടങ്ങാത്ത ഒരു തൃഷ്ണ എന്ന് പോലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ശിവൻ തെറ്റത്ത് എന്ന് പറയുന്നത്. ആദ്യ പുസ്തകം കൽപ്പറ്റ നാരായണ മാഷ് ഗാന്ധി പാർക്കിൽ വെച്ചാണ് പ്രകാശനം ചെയ്യുന്നത്. അന്ന് ഞാനാണത് ഏറ്റുവാങ്ങുന്നത്. അത് ഞാൻ ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടൊരു 10-20 വട്ടം എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ തന്നെ ഏറ്റുവാങ്ങണം. 2ാമത്തെ പുസ്തകം മുജുകുന്ന്, കിളപ്പജിയുടെ നാട് മുജുകുന്നിൽ വെച്ചാണ് 2ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. റഫീഖ് അഹമ്മദാണ്. റഫീഖ് അവിടെ വരാനും റഫീഖിനെ ബന്ധപ്പെടാനും ഒക്കെ ഞാനും ഇടപെടുകയും ആ പുസ്തകം ശിവൻ്റെ അമ്മയാണ് ഏറ്റുവാങ്ങുന്നത്. അതിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആ നാട്ടിലും ഈ പയ്യന്നൂർ നമ്മൾ മറ്റൊരു നാട്ടുകാരനാന്നുള്ള രീതിയിലല്ല ശിവൻ എല്ലാ അർത്ഥത്തിലും പയ്യന്നൂർക്കാരനെ പോലെയാണ് പയ്യന്നൂരിലുള്ളവർ കാണുന്നത്. അവിടെ പോയപ്പോൾ സ്വന്തം നാട്ടിലും വലിയ ജനക്കൂട്ടമാണ്. ശിവൻ്റെ ഈ മധുരമിഠായി എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അവിടെ കൂടിയ ജനക്കൂട്ടമുള്ള എല്ലാവർക്കും ഇത്രമേൽ പ്രിയപ്പെട്ടവനായി ഒരാൾക്ക് നിൽക്കാൻ കഴിയുക തന്നെ വളരെ, അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചിലപ്പോൾ ചില സംഘർഷ അന്തരീക്ഷത്തിൽ ചിലപ്പോൾ കവികളെ ആശ്രയിക്കുന്നത് പോലെ ഗുണികളൂഴിയിൽ നീണ്ടുവാഴ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ളൊരു മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിതം വളരെ കുറച്ച് മാത്രമേ
സാധ്യമാവൂ എന്ന് തോന്നുന്ന രൂപത്തിലാണ്. നമ്മൾ പിടിച്ചു പറിച്ചതുപോലെയാണ് മരണം. ഞങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരാളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയ പോലെയാണ്. ഇപ്പോഴൊട്ടും ഞാൻ ഒരു പാളി നോക്കിയിട്ടേ ഉള്ളൂ. ഇന്നലെ ആശുപത്രി പോയിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തുറസായിരുന്നു ശിവൻ തെറ്റത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. എഴുത്തും ഒരുപാട് സ്വപ്നങ്ങൾ, വലിയ നോവൽ എഴുതും. ഞാൻ 3 പുസ്തകമായിട്ടാണ് പുറത്തിറങ്ങിയത്. ഞാനൊരു വലിയ നോവൽ എഴുതും, എനിക്ക് ഒരുപാട് എഴുതാനുണ്ട് എന്നുള്ള ഒരു പുസ്തകത്തിന് ഞാൻ തന്നെയാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. എന്ത് എഴുതാനുള്ള ആഗ്രഹം പോലും അത് അതിനു മുമ്പേ പറയും. ഞാൻ അപ്പോൾ പലവട്ടം പറയാറുണ്ട്, നീ എഴുതിയിട്ട് പറ, എഴുതാണ്ട് മുമ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയാസമാണ്. അല്ല, ഞാൻ എഴുതും, ഒരുപാട് നോവൽ എഴുതണം. എനിക്ക് UK കുമാരൻ പ്രദേശത്തെ വെച്ചുകൊണ്ട് തക്ഷംകുന്ന് ഉള്ളത് കേളപ്പജിയുടെ അന്തരീക്ഷത്തെ വെച്ചുകൊണ്ടുള്ള അതിൽ നിന്നും കുറെ കൂടി വേറൊരു രീതിയിൽ എൻ്റെ നാടിനെയും മുജുകുന്നിനെ ആവിഷ്കരിക്കാനുള്ള ഒരു വിപുലമായ രീതിയിലുള്ള മറ്റു ചില കുറിപ്പുകൾ ശിവൻ എഴുതിയിട്ടുണ്ട് നാടിനെക്കുറിച്ച്. വിപുലമായൊരു നേരത്തെ പറഞ്ഞ രീതിയിൽ ആഖ്യായിക സ്വഭാവത്തിൽ ഞാൻ എഴുതാൻ പോകുന്നുണ്ടെന്നൊക്കെ പലവട്ടം പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വീട്ടിലെ ഒരാളെ പോലെ കഴിയുകയും ആ രീതിയിൽ ഇടപഴകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ശിവൻ തെറ്റത്ത്. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയവുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ശിവൻ ഗ്രന്ഥാലയത്തിന് മുന്നിലെ വില്ലേജ് ഹാൾ വളപ്പിൽ നട്ട പ്ലാവിൻ തൈ ഏറെ താൽപര്യത്തോടെയാണ് അവർ പരിപാലിച്ചു വരുന്നത്. ഗ്രന്ഥാലയം ഭാരവാഹികളും അന്ത്യോപചാരമർപ്പിക്കാൻ ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നിരുന്നു. പൂക്കാട് കാഞ്ഞിലശ്ശേരിയിലെ പരേതനായ കുഞ്ഞിരാമൻ നായരുടെയും കല്യാണി അമ്മയുടെയും മകനാണ്. ഭാര്യ ബിനിത കോഴിക്കോട് RTO ഓഫീസ് ജീവനക്കാരിയാണ്. പയ്യന്നൂർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ജഹനാരയാണ് ഏകമകൾ. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.